നമ്മുടെ സഹോദരിമാരുടെ മാഞ്ഞുപോയ സിന്ദൂരത്തിന് പകരമാകില്ലെങ്കിലും ഇത് രാജ്യത്തിന്റെ ചുട്ട മറുപടിയാണ്. പ്രധാനമന്ത്രി നിർദ്ദേശിച്ച പേര് അർത്ഥവത്താക്കുന്ന മറുപടി. 26 പേരുടെ ജീവന് രാജ്യം നൽകിയ തിരിച്ചടിയിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കുന്നു. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത്. 23 മിനിറ്റ് നീണ്ടുനിന്ന റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തുള്ള ആക്രമണം. പുലർച്ചെ 1:28 ആക്രമണത്തിന് സജ്ജം, ജയിക്കാനായി പരിശീലിപ്പിക്കപ്പെട്ടവർ എന്ന കുറിപ്പോടെ ഇന്ത്യൻ കരസേനയുടെ വീഡിയോ. The burden of my brothers and sisters' pain. So I'll find you. കൃത്യം 14 മിനിറ്റിന് ശേഷം പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഒരേ സമയം ആക്രമണം. 2016 ജനുവരിയിൽ പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണത്തിന് ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി. 2019 ഫെബ്രുവരി 14 പുൽവാമയിലെ 40 ഇന്ത്യൻ സൈനികരുടെ ജീവന് ഇന്ത്യ പകരം വീട്ടിയത് 12 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഭീകര കേന്ദ്രങ്ങളിൽ ബോംബിട്ടാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് 15 ദിവസത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി. മൂന്ന് സേനകളും സംയുക്തമായി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാന്റെ രാജ്യാതിർത്തി ഭേദിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ മൂന്ന് സേനകളും സംയുക്തമായി ഇന്ത്യയുടെ മിസൈൽ ആക്രമണം. നയതന്ത്ര തിരിച്ചടികൾക്കൊപ്പം രാജ്യം ആയുധങ്ങൾ കൊണ്ടും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി. ഇത് വെറും സാമ്പിൾ മാത്രമാണ്. ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഭയമൊട്ടുമില്ലാതെ ലോകത്തോട് രാജ്യം സംസാരിച്ചത് 2 സ്ത്രീകളിലൂടെയാണ് എന്നതും ഇന്ത്യയുടെ മറുപടിയുടെ ഭാഗം തന്നെയാണ്.